ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന വിചിന്തനം മറ്റൊരു ലെവലിൽ ഈ 25-ാം തീയതി മുതൽ നമ്മൾ കാണുകയാണ്. 24-ാം തീയതി വരെ നമ്മുടെ പാപം കണ്ടെത്തി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്നതിനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ക്രിസ്മസ് ദിനം, യേശുവിൻ്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആത്മീയ ഭോജ്യം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവവചനം ധ്യാനിച്ചു. ഞാൻ എപ്പോൾ ജപമാല അർപ്പിച്ചാലും ഈ ആത്മീയ ഭോജ്യം അത് സ്വീകരിക്കുന്ന വ്യക്തികൾ അവരുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി അതിലൊരു രഹസ്യമെങ്കിലും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പറയുന്നുണ്ട്, ദിവസേന നിങ്ങൾക്ക് ഈ ആത്മീയ ഭോജ്യം സ്വീകരിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥന ലഭിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ എഴുതി വിടുന്നുണ്ടെങ്കിലും അതിന് റെസ്പോൺസ്, അതിനൊരു മറുപടി നൽകാൻ പറ്റുന്നില്ലേലും ഓർത്തിരിക്കുക, എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസിൻ്റെ എല്ലാവിധ നന്മകൾ, ആശംസകൾ നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്മസ് സന്ദേശമായിട്ട് നമുക്ക് എടുക്കാവുന്നൊരു കാര്യമുണ്ട്. നിന്റെ പാപം അസാധുവായിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിച്ചു. ചിലർക്ക് അതിൽ വേദന ഉളവായേക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നമ്മിൽ വേദന ഉളവാക്കാം. പൗലോസിലെ പറയുന്നൊരു കാര്യമുണ്ട്, 2 കൊരിന്തോസ് 7:9. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ പേരിലല്ല, ആ വേദന നിങ്ങളെ അനുതാപത്തിലേക്ക് നയിച്ചു. അനുതാപത്തിൽ ഒരു സന്തോഷമുണ്ട്. അപ്പം ആ അനുതാപം കണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ അവിടെ പാപങ്ങൾ കണ്ടെത്തി അതെല്ലാം വേരോടെ പിഴുതെറിയാൻ ഒരു പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ പാപം അസാധുവായിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാനത് ഓർത്തിരിക്കില്ല. മാത്രമല്ല, നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ, ചില അറിവുകൾ, പ്രത്യേകിച്ചൊരു 5 അറിവ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തെ സമൂലം അത് മാറ്റിമറിക്കും. അങ്ങനെ ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഈ ആഗമനകാലം ബെത്ലഹേമിലേക്ക് നമ്മൾ നടത്തുന്ന ഒരു യാത്രയായിരിക്കണം. ബെത്ലഹേം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്ര. യാത്രയ്ക്ക് ത്യാഗമെടുക്കേണ്ടി വരും, സഹനങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷെ അത് നടത്തുന്നത് നമുക്ക് വളരെ വളരെ ഉപകാരപ്രദമാണ്. ഇറ്റ് ഈസ് വർത്ത് ജേർണിങ് ടുവേർഡ്സ് ബെത്ലഹേം. അങ്ങനെയാണ് മാർപ്പാപ്പ പറഞ്ഞത്. ക്രിസ്മസിൽ സംഭവിക്കേണ്ട ഒരു കാര്യം എന്താണെന്നും അദ്ദേഹം പറയുകയുണ്ടായി, ഹാവ് ആൻ എൻകൗണ്ടർ വിത്ത് ജീസസ്. യേശുവിനെ കണ്ടുമുട്ടുന്ന, യേശുവിൽ വ്യക്തിപരമായിട്ട് രക്ഷ അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ക്രിസ്മസ് മാറണം. അപ്പോഴാണ് ക്രിസ്മസിന്റെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പറ്റുക. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു വലിയ കാര്യമുണ്ട്. പൗലോസ് പറയുന്നു, യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കുന്നു. അന്ന് വരെ വിലപിടിപ്പുള്ളതായി കണ്ടിരുന്ന പല കാര്യങ്ങളും അന്ന് പൗലോസിന് ഉച്ഛിഷ്ടമായി മാറി. കാരണം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെക്കുറിച്ചുള്ള അറിവ്. നമുക്ക് കാണാൻ സാധിക്കും, ഈ അറിവ്, അനുഭവജ്ഞാനം, ഇതൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പ്രഭാഷകൻ 34 9-10 വചനങ്ങൾ എടുക്കുമ്പോൾ അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. ബൗദ്ധികമായിട്ട് നമുക്ക് ഒരുപാട് അറിവില്ലേലും അനുഭവജ്ഞാനമുണ്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു സഹോദരൻ പങ്കുവച്ചൊരു കാര്യം, അച്ഛാ, എൻ്റെ ഭാര്യയും മക്കളെയും ബന്ദികളാക്കിയിട്ട് ഡക്കോയിറ്റ്സോ അങ്ങനെയുള്ള ആൾക്കാർ അവരെന്നോട് പറയാണ്, നിന്റെ സകല സമ്പത്തും തന്നാൽ അവരെ റിലീസ് ചെയ്യാം, അവരെ വിട്ടുതരാം, ഞാൻ കൊടുത്തെന്ന് വരും. പക്ഷെ അവർ പറയാണ്, യേശുവിലുള്ള നിന്റെ വിശ്വാസം ഉപേക്ഷിക്കുന്നെങ്കിൽ ഞാൻ ഇവരെ വിട്ടുതരാം. എനിക്കത് ചെയ്യാൻ പറ്റില്ല ചോ. അതാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഒരു വിവാഹിതൻ, ഭാര്യയും മക്കളുമുള്ള ഒരു കുടുംബനാഥൻ തൻ്റെ അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിച്ചത്. യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചാൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതം സമൂലം മാറുന്ന ഒരനുഭവം അവിടെ നമുക്ക് ഉണ്ടാകാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരു 5 അറിവ്, യേശുവിനെക്കുറിച്ചുള്ള അറിവ് പ്രധാനപ്പെട്ടതാണ്. ഈ അറിവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒന്നാമത്തെ കാര്യം, ആരാണ് യേശു? നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്തോസ് 1-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം. 1 കൊരിന്തോസ് 1
24 നമ്മൾ വായിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് യേശുക്രിസ്തു. വിശ്വസിക്കുന്നവർക്ക്, യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്കാണ് ഈ നേട്ടമുണ്ടാവുക. യേശു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമായി മാറുന്നു. ലൂക്കാ 2-ാം അധ്യായം 10-ാമത്തെ വചനം ക്രിസ്മസിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു വചന സന്ദേശമാണ്. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നമ്മുടെ ദുഃഖം മാറ്റേണ്ടത് യേശുവാണ്. വിഷാദമെടുത്ത് മാറ്റേണ്ടത് യേശുവാണ്. നമ്മുടെ ജീവിതത്തിന് ആനന്ദം പകരേണ്ടത് യേശുവാണ്. 2-ാം അധ്യായം 11-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ ലൂക്കാ 2:11 അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനാണ് ലോകരക്ഷകൻ. നമ്മുടെ രക്ഷയ്ക്കായി, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവൻ. ഈ അറിവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാവുന്നതാണ്. 2-ാമത്തെ കാര്യമാണ്, എന്തിനു വേണ്ടി യേശു മനുഷ്യാവതാരം ചെയ്തു. കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 1:14, മത്തായി 1:23 അവിടെയെല്ലാം നമ്മൾ കാണുന്നത് മനുഷ്യരൂപം സ്വീകരിച്ച യേശു ഈ ഭൂമിയിൽ വസിച്ചു. അവൻ ഇമ്മാനുവൽ, അതായത് ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ വസിക്കേണ്ടതിനാണ്, ആ ഒരു അനുഭവം നമുക്കുണ്ടാകേണ്ടതിനാണ് യേശു മനുഷ്യാവതാരം സ്വീകരിച്ചത്. മറ്റുള്ളവരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും യേശു നമ്മളെ കൈവിടത്തില്ല. സങ്കീർത്തനം 27 അതിൻ്റെ 10-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. 3-ാമതൊരു കാര്യം, പിതാവിൻ്റെ സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 3:16 വായിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ പോലും നൽകുവാൻ പിതാവ് തയ്യാറായി. പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹമാണ് യേശുവിൽ നാം കാണുന്നത്. 4-ാമത്തെ കാര്യം, പിതാവിൻ്റെ ത്യാഗം. തന്നോടുകൂടി ആയിരുന്ന മകനെ, തൻ്റെ ഏകമകനെ ഈ ഭൂമിയിലേക്ക് വിട്ടതും ആ മകൻ ഏറ്റെടുക്കേണ്ടി വന്നതായ കാര്യങ്ങളെ, അത് ശരിക്കും പിതാവായ ദൈവത്തിന് വലിയൊരു ത്യാഗമായിരുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ആ ത്യാഗമെടുക്കാൻ പിതാവ് തയ്യാറായി. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നാം എന്ത് ചെയ്യണം? ക്രിസ്ത്യാനികളായി നാം എന്ത് ചെയ്യണം? ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു വാഹകൻ. ക്രിസ്റ്റഫർ എന്ന പദത്തിൻ്റെ അർത്ഥം പോലും ക്രൈസ്റ്റ് ബെയറർ, ക്രിസ്തു വാഹകൻ. ക്രിസ്തുവിനെ വഹിക്കുന്നവരും ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളവർ ആയിട്ട് മാറണം. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറുക. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവുന്നത്, യേശുക്രിസ്തുവിൻ്റെ അതേ വ്യക്തിത്വം, യേശുക്രിസ്തുവിൻ്റെ അതേ മനോഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചാൽ മറ്റൊരു ക്രിസ്തുവായി മാറാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളിലും എല്ലാ കുടുംബങ്ങളിലും ക്രിസ്മസ് സന്തോഷം തിരതല്ലാൻ നമുക്ക് ആ നിയോഗം വെച്ച് ഈ ആരാധനയിൽ പങ്കുചേരാം. ലോകരക്ഷകനായി മനുഷ്യാവതാരം ചെയ്ത യേശുവെ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളങ്ങേ രക്ഷകനും നാഥനും ഹൃദയത്തിൻ്റെ യഥാർത്ഥ സമ്പത്തായും ഏറ്റെടുക്കുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിക്കാനും, സാത്താൻ്റെ വലയത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാനും, ശാപത്തിൻ്റെ നുകമൊടിക്കാനും സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവെ, മേലിൽ പാപം ചെയ്യാതിരിക്കാനും ചെയ്തുപോയ പാപത്തിന് പരിഹാരം ചെയ്ത് ജീവിക്കാനും ഇനിയുള്ള കാലം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ലോകം മുഴുവൻ അവിടുത്തെ സ്നേഹത്തിലും യഥാർത്ഥ സമാധാനത്തിലും വലിയ സന്തോഷത്തിലുമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും അവിടുത്തെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വൺസ് അഗെയിൻ മെറി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, കുടുംബാംഗങ്ങൾക്ക് നേരുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.